നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഡാറ്റ ആകട്ടെ, വൈഫൈ ആകട്ടെ, ഏതുമാകട്ടെ നമ്മൾ സ്ഥിരമായിട്ടും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം, അതായത് അവർ ഉപയോഗിക്കുന്ന ഡാറ്റ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു എന്ന പരാതി എല്ലാവർക്കും ഉണ്ടാകും. എങ്ങനെയാണ് ഈ മൊബൈൽ ഡാറ്റ തീർന്നു പോകുന്നത്? അതായത് 1 GB 2 GB 3 GB ഒക്കെ ആയിരിക്കും ഒരു ദിവസം അവർക്ക് അതിൻ്റെ ആ ഒരു ഡാറ്റ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തീർന്നു പോകുന്നത്? അതായത് രാവിലെ തന്നെ ചിലപ്പോൾ അത് കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ 0 MB മാറും. പിന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഡാറ്റ യൂസേജ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഡാറ്റ യൂസേജ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ഡാറ്റ യൂസേജ് വന്നിട്ടുണ്ടാകും. ഞാനിപ്പോൾ സാംസങ് മൊബൈലിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ സെർച്ച് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻസുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിപ്പോൾ ഡാറ്റ യൂസേജിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഡാറ്റ യൂസേജ് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൊബൈലിൽ എത്ര ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്രോഗ്രസ്, അതിൻ്റെ ആ ഒരു കാര്യം ഇവിടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നമുക്ക് മൊബൈൽ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ ഏറ്റവും മുകളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിച്ചത് എന്നൊക്കെ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യൂട്യൂബ് 7.77 GB ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇവിടെ ഫുള്ളായിട്ട് ആ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ വളരെ കുറച്ചാണ് കാണുന്നത്. അതായത് വാട്സപ്പൊക്കെ 2.54 GB ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ യൂസ് ആകുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്നുണ്ടാകും. എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ ഇത് യൂസ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുക? ആദ്യമായിട്ട് നമുക്ക് അതൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗത്ത് എല്ലാ മൊബൈലിലും ഇൻബിൽട്ടായിട്ട് ഓണിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് നിങ്ങളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ആപ്ലിക്കേഷൻസുകൾ, നിങ്ങൾക്ക് മെസ്സേജുകൾ വരേണ്ട ആപ്ലിക്കേഷൻസുകൾ, ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകേണ്ട ആപ്ലിക്കേഷൻസുകളൊന്നും തന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് കൊടുക്കരുത്. പ്രത്യേകിച്ചും വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ സാധാരണ നിങ്ങൾക്ക് അതിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വരുന്നത് അത് തടയപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളിലും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓണിലായിരിക്കും ഉണ്ടാകുക. അതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇത് ആദ്യത്തെ സെറ്റിങ്സ് ആണ്. ഇനി രണ്ടാമത് നമുക്ക് പ്ലേ സ്റ്റോറിലാണ് സെറ്റിങ്സ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വലതുവശത്ത് പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിലൊക്കെ, അതായത് സാധാരണ മൊബൈലിൽ ഇൻബിൽട്ടായിട്ട് ഓവർ എനി നെറ്റ്വർക്ക്സ് എന്ന ഭാഗത്തായിരിക്കും, ഏറ്റവും മുകളിലുള്ള ആ ഭാഗത്തായിരിക്കും ഇൻബിൽട്ടായിട്ട് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ഓവർ വൈഫൈ ഓൺലി എന്നോ അല്ലെങ്കിൽ ഡോണ്ട് ഔട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നോ നിങ്ങൾ മാറ്റി കൊടുക്കുക. എന്തിനാണ് ഇത് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൻ്റെ ഡാറ്റ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ എനി നെറ്റ്വർക്കിലാണ് ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും.
അങ്ങനെ അപ്ഡേറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് തടയാനും സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ, അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്പീഡ് കുറയും, മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീരാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ അന്നേരം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ശല്യമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുക. അതായത് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഓവർ വൈഫൈ ഓൺലിന്നോ അല്ലെങ്കിൽ ഡോണ്ട് ഔട്ടോ അപ്ഡേറ്റ് ആപ്സ്ന്നോ നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ സെറ്റിങ്സിൻ്റെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഫോട്ടോസിലാണ്. ഗൂഗിൾ ഫോട്ടോസ് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കപ്പ് ഈസ് ഓഫ് എന്ന ഒരു ഭാഗം ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കപ്പ് സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് എന്ന ഭാഗത്ത് ഇവിടെ ഓണിലായിരിക്കും നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉണ്ടാകുക. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഇത് ഓഫ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ, നമ്മുടെ മൊബൈലിൽ വരുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനുവാദമില്ലാതെ തന്നെ അതിലേക്ക്, അതായത് ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ തന്നെയാണ് പെട്ടെന്ന് തീർന്നു പോവുക. ഇങ്ങനെ അപ്ലോഡ് ആകാതിരിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ആകുന്ന സമയത്തും നമ്മൾ മൊബൈലിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മൊബൈൽ സ്ലോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരാനും ഇത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഓഫിലിടുക. ഇത് മൂന്നാമത്തെ സെറ്റിങ്സ് ആണ്. ഇനി നാലാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ സേവിംഗ് എന്ന് മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. ഡാറ്റ സേവിംഗ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഇത് ഓണിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് സെറ്റിംഗ്സ് ടു സേവ് മൊബൈൽ ഡാറ്റ എന്ന്. അതായത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ഒരുപാട് ഇതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പം കുറയുമെന്നാലും നമുക്ക് വളരെ നല്ല സ്പീഡോടുകൂടി വീഡിയോസുകൾ കാണാൻ സാധിക്കും. പക്ഷേ മൊബൈൽ ഡാറ്റ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനും സാധിക്കും. മറ്റൊരു സെറ്റിങ്സും കൂടി ഈ ഒരു യൂട്യൂബിൽ ഉണ്ട്. അതിനായിട്ട് നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ജനറൽ എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴെയായിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഓൾവേസ് ഓൺ എന്നാണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെയുള്ള ഓഫ് എന്ന ഭാഗത്തേക്കോ അല്ലെങ്കിൽ വൈഫൈ ഓൺലി എന്ന ഭാഗത്തേക്കോ മാറ്റി കൊടുക്കുക. എന്താണ് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ, അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ കാണുന്ന വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ മൊബൈലിൽ അനുഭവപ്പെടുന്നുണ്ടാകും. അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ചെയ്താൽ മതിയല്ലോ. നമുക്ക് എന്തിനാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നത്? അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഭാഗം. അത് നിങ്ങൾ ഓഫിലായി കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ ഒരുപാട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് നോക്കാം അടുത്ത സെറ്റിങ്സ് എന്താണെന്ന്. ഇനി അഞ്ചാമതായിട്ടും അവസാനമായിട്ടും നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പാണ്. വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വാട്സപ്പിലും നമ്മൾ ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, നമ്മളുടെ മൊബൈലിൻ്റെ ഡാറ്റ പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നും വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നും വെൻ റോമിംഗ് എന്നും. അതായത് മീഡിയ ഔട്ടോ ഡൗൺലോഡ് എന്ന ഭാഗത്താണ് ഈ 3 ഓപ്ഷൻ ഉള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. ഇതിലൊക്കെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഫോട്ടോസ്, ഓഡിയോസ്, അതുപോലെ തന്നെ വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ ടിക്ക് മാർക്ക് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും, ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാകും. അവരൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഓഡിയോസുകളൊക്കെ സെൻഡ് ചെയ്യുന്നവരായിരിക്കും. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും ഡൗൺലോഡായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ സ്ലോ ആകാനും
സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മൊബൈൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുകയും ചെയ്യും. ആവശ്യമുള്ള ഫോട്ടോസുകൾ, ആവശ്യമുള്ള വീഡിയോസുകൾ, ആവശ്യമുള്ള ഓഡിയോസുകൾ മാത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ടിക്ക് മാർക്കൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്ന ഭാഗത്തും ഇതുപോലെ എല്ലാം ഒഴിവാക്കുക. കാരണം വൈഫൈ നമുക്ക് ഒരു പരിമിതി ഇല്ലാത്തതാണ്, എങ്കിലും നമ്മൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ടിക്ക് മാർക്കൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഓക്കെ കൊടുക്കുക. ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെൻ റോമിംഗ് എന്ന ഭാഗത്തും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഈ 3 സെറ്റിങ്സിലുള്ള മാറ്റങ്ങൾ വാട്സപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരുത്തുക. ഇങ്ങനെയുള്ള സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും, മൊബൈലിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ തീർന്നു പോകുന്നത് നിങ്ങൾക്ക് തടയാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല ടെക്നോളജിപരമായിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.